ഹായ് ഗൈസ്, നമ്മളിന്നൊരു സിഗ്നേച്ചർ ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. റെസിപ്പിയാണ് നമ്മളുടെ ചീസി സാൻഡ്വിച്ച്. ഒരു ചീസി സാൻഡ്വിച്ച് ഭയങ്കര ചീസിയാണ്, നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇൻഗ്രീഡിയൻസ് വേണ്ട ബ്രെഡ്, ഒരു സ്ലൈസ് ചീസ്, കെച്ചപ്പ്, പിന്നെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഷ്രെഡഡ് ചീസ്. അപ്പോൾ നമ്മൾ ഈ ബ്രെഡൊക്കെ റെഡിയാണ്. ബ്രെഡ് പിന്നെ ഇച്ചിരി കെച്ചപ്പ് അങ്ങ് വയ്ക്കുക. കെച്ചപ്പ് ഇച്ചിരി ഒഴിക്കുക. കെച്ചപ്പ് കൊണ്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കെച്ചപ്പ് ഇച്ചിരി വയ്ക്കുക. കെച്ചപ്പ് വയ്ക്കുക. എന്നിട്ട് ഇച്ചിരി ചീസ് ഇടുക. ഒരു സ്ലൈസ് ചീസ് നമ്മളുടെ മേലെ ഇവിടെ വെക്കുക. ബ്ലൂപ്പ് നിങ്ങൾക്കിതുണ്ടെങ്കിൽ മതി. ഒരു ഷ്രെഡഡ് ചീസ് നിങ്ങൾക്കിതുണ്ടെങ്കിൽ ഷ്രെഡഡ് ചീസ് എക്സ്ട്രാ ചീസിനെസ് കിട്ടാൻ ഷ്രെഡഡ് ചീസ്. അത് കുറേ ആയിപ്പോയി തോന്നുന്നു. ഇച്ചിരി കൂടുതലായിപ്പോയി. ഇച്ചിരി വാരി എടുക്കുന്നു. ലൈക്ക് പൊറാച്ചി ഡിസൈൻ പോലെ ഇടാം. ഓക്കെ, നമ്മളെ സാൻഡ്വിച്ച് ഇപ്പോൾ റെഡിയായി. ഇപ്പം നമ്മൾ പിന്നെയും ഇച്ചിരി കെച്ചപ്പ് എടുത്ത് ഇടുക. കഴിഞ്ഞിട്ട് ഈ ഗോർഡൻ രാംസി സ്പെഷ്യൽ സ്റ്റൈൽ പോലെ ഇങ്ങനെ ചുമ്മാ ഇടുക. നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി. ഇനി നമ്മൾ ഇത് ഓവനിൽ വെക്കണം. ഓക്കെ, നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ ചൂടായ വെച്ചിട്ടുണ്ട്. മെൽറ്റഡ് ഗ്രിൽഡ് ചീസ് പോലെ ആവുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു മിനിറ്റ് സമയത്ത് കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പം ഞാനൊരു ബിഗിനർ യൂട്യൂബർ, എനിക്കത്ര അറിയത്തില്ല, പക്ഷെ ഞാനൊരു ബിഗിനർ യൂട്യൂബർ തന്നെ. 34 സബ്സ്. ഞാൻ കുറേ നാളായി തുടങ്ങിയിട്ടില്ല. ലാസ്റ്റ് ഇയർ തന്നെ തുടങ്ങിയത്. കുറേ നാളായി തുടങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് ഞാൻ ഇത്ര ഫാറായിട്ട് എത്തിച്ചു. എനിക്ക് പണ്ട് 3 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഇപ്പോൾ ഈ 34 ആയി. ബിഗ് ചേഞ്ച് ആയി. താങ്ക് യു ഫോർ ദാറ്റ്. എനിക്ക് ഭയങ്കര ഇതാണ് വരുന്നത്. നമ്മൾ സാൻഡ്വിച്ച് റെഡിയായി. നമുക്ക് നോക്കിയാൽ ചൂട ഭയങ്കര ചൂട. ഓവനങ്ങ് അടഞ്ഞടക്കുക. എൻ്റെ കൈ ഒളിച്ചു. നമ്മളുടെ സിഗ്നേച്ചർ ചീസ് മെൽറ്റഡായി. നിങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക്? ഭയങ്കര ഈസി ഉണ്ടാക്കാൻ. അപ്പോൾ ബൈ.